അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അജ്മലിൻ്റെ ഉമ്മ ഓരോന്ന് ആലോചിക്കുകയാണ്. റബ്ബേ, എൻ്റെ കുട്ടിൻ്റെ മനസ്സിൽ എന്താന്നാവും? ഓൻ്റെ ഒപ്പം ഉള്ളവർക്ക് കുട്ടികളും മക്കളും ആയി. ഓനിഞ്ഞെന്താ? ഓനക്ക് നല്ല അന്തസ്സുള്ള ജോലിയുണ്ട്, ആവശ്യത്തിന് സൗന്ദര്യം പഠിച്ചാൽ കൊടുത്തേക്കണ്, തറവാടും ദീനും എല്ലാം ഉള്ള കുട്ടിയാണ് എൻ്റെ കുട്ടി. എല്ലാം ഒത്തിണങ്ങി. എന്താ പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക്? എല്ലാവരും കല്യാണം ആലോചിക്കണ്. ഞാൻ പറഞ്ഞ നേഴ്സ് പാവപ്പെട്ട പെൺകുട്ടി, അതിന് ഓനക്ക് പറ്റണില്ല. പിന്നെ പറ്റണില്ല എന്നല്ല മുറിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഓനയ്മക്കൊരു താല്പര്യ. അമ്മായിൻ്റെ മോള്, ഓൾക്ക് ഇവനെ തന്നെ മതിയല്ലോ, എപ്പോഴും അതാണ്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നാലും എൻ്റെ മോൻ പറയണത്, ഉമ്മ ഞാൻ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് പോരില്ല, എൻ്റെ പെങ്ങളല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്താ റബ്ബ് ഞാൻ ചെയ്യാം? എൻ്റെ കുട്ടി അറബ് നാട്ടുകൊക്കെ പൊയ്ക്കണ്. അവിടെ ഇനിയിപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളെങ്ങാനും ഇഷ്ടപ്പെട്ടേക്കണോ? അഥവാ ഇഷ്ടപ്പെട്ടാൽ തന്നെ റബ്ബേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കൂലേ? അറബ് നാടല്ലേ, എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിപ്പോയാൽ പോയി. നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നല്ലോ ഇവിടെയൊക്കെ ആണെങ്കിലെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കഴിച്ചില്ലാകുക അങ്ങനെയൊക്കെ. അവിടെയൊക്കെ അറബി കുട്ടികളെങ്ങാനും ഇഷ്ടപ്പെട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച റബ്ബേ എൻ്റെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്കല്ലാ. ഉമ്മയുടെ മനസ്സിൽ സമാധാനമുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മോൻ അറബ് നാട്ടിലാണ്. അതെ, ഓൻ്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്, അല്ലാതെ ഓൻ അങ്ങനെയല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് എൻ്റെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനൊന്നും അവന് താല്പര്യം കാണിക്കണില്ല. എന്തോ ഒന്ന് പറ്റിയിരിക്കണം റബ്ബേ. എന്തെങ്കിലും റബ്ബേ എൻ്റെ കുട്ടിയുടെ മനസ്സൊക്കെ കയറി കൂടിയിരിക്കണമെങ്കിൽ റബ്ബേ അത് നീ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കല്ല. കാരണം അറബ് നാടാണ്, അവിടെ നിന്നൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും വേണ്ടിയില്ല, എനിക്ക് ഓനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഓനത് പറയുമോ നോക്കാലോ. ആ നിമിഷം തന്നെ ഉമ്മ അതാ അജ്മലിനെ വിളിക്കുന്നു. അല്ല, ഉമ്മയാണല്ലോ. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മോനെ, എന്തെനിക്ക് പണി? ഉമ്മ, പണി കാര്യമായിട്ടൊന്നുമില്ല. അല്ല മോനെ, എന്താ എൻ്റെ മനസ്സിൽ? ഞാൻ എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ അതിനൊരു ജവാബും കബൂലും ഉണ്ടണില്ലല്ലോ. ഉമ്മ, എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? അമ്മായിൻ്റെ മോളെ കാര്യം അത് പറഞ്ഞു, ഞാൻ ആ നഴ്സിൻ്റെ കാര്യം പറഞ്ഞു, അതൊന്നും ഈ അങ്ങോട്ട് എടുക്കണില്ലല്ലോ. എന്തിപ്പോൾ കാരണം? എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയും. ഉമ്മ, എൻ്റെ പെങ്ങളെ രീതിയിലാണ് ഉമ്മ ഞാൻ അവളെ കാണുന്നത്. അതെങ്ങനെ അവളെ എന്നെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടുക? മോനെ, ഈ ഓരോ ന്യായീകരണങ്ങൾ പറയണ്ട. പറയാനുള്ള ജിന്നോട് മുഖത്തൊക്കെ പറഞ്ഞോ. ഇപ്പോൾ എനിക്ക് ഏതായാലും അത് പറ്റാത്തതുകൊണ്ട് ഫോണിൽ കൂടെ വേഗം പറയും. എന്താണ് എൻ്റെ മനസ്സിലുള്ളത്? എൻ്റെ മനസ്സിൽ വേറെ ഏതെങ്കിലും പെണ്ണുണ്ടോ? ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഉമ്മ, എൻ്റെ പൊന്നാര അജ്മലേ, എന്നാൽ എനിക്കൊന്ന് സമാധാനപ്പെടാരോ? മറ്റേത് കല്യാണം കഴിക്കാതെ എനിക്ക് എത്ര വയസ്സായി ഒന്ന് കൂട്ടിയൊക്കെയേ. എൻ്റെ ഒപ്പം ഉള്ളവർക്കൊക്കെ ഒന്നും രണ്ടും മക്കളായി. ഉമ്മ, അത് ഓരോ സമയം ഉണ്ടാവുമല്ലോ അതിനൊക്കെ. സമയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കാൻ പറ്റുമോ? 10-22 വയസ്സായി ആൺകുട്ടികളെ കല്യാണം കഴിക്കൽ തുടങ്ങുന്നുണ്ട്. അതിനാണ് ഏറ്റവും നല്ലതും. 21 മുതൽ കെട്ടാലോ. എനിക്കിപ്പോൾ എത്രയായി? 26 കഴിഞ്ഞു. 27ാമത്തെ വയസ്സാണ് എനിക്കിത്. ആ ഓർമ്മ ഉണ്ട് എനിക്ക്. ഉമ്മ, ഞാനിപ്പോൾ എന്തമ്മ ചെയ്യുക? ഇതുവരെ ഓൻ പഠനം PSC അങ്ങനെ പറഞ്ഞ് കുറേ അങ്ങോട്ട് പഠിച്ചു. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ എന്താ പഠിച്ചു, എന്താ സൈക്കോളജി അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ അതിൻ്റെ ശേഷം ഇപ്പോൾ ഓനിപ്പോഴും പെണ്ണിട്ടുന്ന ചിന്തയില്ല. എന്താ എൻ്റെ മനസ്സിൽ? നീ ഇങ്ങോട്ട് തുറന്ന് പറയും. ഉമ്മ കുറച്ച് സ്ട്രോങ്ങിലായിരുന്നു അത് പറഞ്ഞത്. അജ്മൽ സാർ ഒരു നിമിഷം എന്ത് പറയണമെന്നായിപ്പോയി. ഒരു നിമിഷം ഹംദിയുടെ മുഖത്തേക്ക് നോക്കി. റബ്ബേ, എന്താ ഞാൻ പറയാം? ഒരിക്കലും എനിക്കൊന്നും പറയാൻ പറ്റൂല. കാരണം പറഞ്ഞാൽ ഒരു പക്ഷെ ഉമ്മയെ പറഞ്ഞ് കൊതി വെപ്പിച്ചാൽ ഇതെങ്ങാനും വേണ്ട. അറബികളാണെങ്കിൽ ഇപ്പോഴാണ് സ്വഭാവം മാറുമെന്നും പറയാൻ പറ്റില്ല. ഒരു നിമിഷം എന്നെ അടിച്ചിറക്കിയതായിരുന്നു, ഇപ്പോൾ വീണ്ടും വിളിച്ചതാണ്. പക്ഷേ ഈ കുട്ടിയെ വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. ഈ കുട്ടി നിഷ്കളങ്കയായ കുട്ടിയാണ്. അവളെ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ വരില്ല, സത്യമായിട്ടും. എന്നാൽ ഈ സമയം അതാ സിനാൻ്റെ റൂമിൽ സിനാനും മുഹ്സി സിനാൻ വിളിക്കുന്നു. അതെ, നമുക്ക് നാട്ടിലേക്കൊന്ന്. ഇക്ക, സത്യമായിട്ടും
എനിക്ക് അവരെയൊക്കെ കാണാൻ കൊതിയായി. നീ പ്രഗ്നൻ്റാന്ന് അറിയുമ്പോഴേ എല്ലാവർക്കും സന്തോഷമായിരിക്കും. പിന്നെ മൊസി, എനിക്കെൻ്റെ ഉമ്മയെ ഒന്ന് കണ്ടുപിടിക്കണം. സിനാൻ്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ മുഹ്സിന ശരിക്കും ഒന്ന് ചിന്തിച്ചു. ശരിയാണല്ലേ, ഉമ്മ എവിടെയാണാവോ? ഉപ്പ ഇവിടെ അറബ് നാട്ടിൽ, ഉമ്മയാണെങ്കിൽ എവിടെ നമ്മളെ തറവാട്ടിലുണ്ടോ? അതോ ഇനി എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാവും? ഒന്ന് കണ്ടുപിടിക്കണമായിരുന്നു അല്ലേ? അതെ, ഉമ്മാൻ്റെ ഒരു വിവരമില്ല, ഒരു വിളിയില്ല, തെളിയില്ല, ഒന്നുമില്ല. ശരിയാണ്, ഉമ്മാൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അതിനു മുമ്പായിട്ട് ഉപ്പാനോട് കാര്യങ്ങളൊന്ന് പറയണം. എന്നാൽ മുസി, ഞാൻ ഉപ്പയുടെ അടുക്കലൊന്ന് പോകണം എനിക്ക് കേട്ടോ. എന്നിട്ട് ഉപ്പയോട് സംസാരിക്കട്ടെ. പിറ്റേന്നതാ സിനാന് ഉപ്പയുടെ അരികിലേക്ക് പോവുകയാണ്. ഉപ്പ, ആ മോനെ, ഞാൻ പണിസ്ഥലത്താണ്. മോനെ എവിടെ? ഉപ്പ, ഞാൻ അതാ അങ്ങോട്ട് വരുന്നുണ്ട്. സിനാൻ അതാ ഉപ്പയുടെ അരികിലേക്ക് എത്തുന്നു. ഉപ്പ, എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. നാട്ടിലേക്കൊന്ന് പോകണം, ഉമ്മയൊന്ന് കണ്ടുപിടിക്കണം. അത് കേട്ടപ്പോൾ ഉപ്പയുടെ മുഖം അങ്ങ് വാടി. എനിക്ക് ആ ഓർമ്മ തന്നെ വിട്ടേക്കണ്. അവൾക്ക് വെറും എൻ്റെ പണം 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 എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്നോടൊരു തരി സ്നേഹവും കാര്യങ്ങളില്ല. മോനെ, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ പോയി കണ്ടുപിടിച്ചോളി. പക്ഷെ ഞാനില്ല, ഞാൻ ഇവിടെ ഉണ്ട് കഴിഞ്ഞോളഞ്ഞ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. ഉപ്പ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? മോനെ, അല്ലാതെ പറഞ്ഞിട്ട് എന്താ? എനിക്കൊട്ടും താല്പര്യങ്ങളമ്മനോട് ഇല്ല. കാരണം അത്രയും ഞാൻ സഹിച്ചിക്കണേ. ഇനി കഴിയൂല ഓളെ കീഴിലിങ്ങനെ പേടിച്ച് നിൽക്കാനും കഴിയൂല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. പിതാവ് കരുതിക്കൂട്ടി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പല രീതിയിലും അവളെന്നെ സംശയിച്ചിക്കണ്. അന്ന് ആ വേലക്കാരി, വീട്ടിൽ വേലക്കാരി വേണമെന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ലൈലനെ ഞാൻ നിർത്തിയപ്പോൾ ആ സമയത്ത് എന്നെ സംശയാസ്പദമായ രീതിയിലായിരുന്നു അവൾ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത്. ഞാൻ കാട്ടുന്നതിൻ്റെ അപ്പുറം നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? എവിടെ? ഞാൻ കൊടുക്കണ പൈസ പോലും അവൾ പകുതി കുറച്ചിട്ടാണ് കൊടുക്കുക അവൾക്ക്. അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ചോദിച്ചതല്ല നിനക്ക് കൂലി കിട്ടിയില്ലെന്ന് വെച്ചപ്പോൾ എത്ര കിട്ടിയെന്ന് വെറുതെ ചോദിച്ചു നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പകുതിയെ കൊടുത്തിട്ടുള്ളൂ. അത്രക്കും എല്ലാ സ്ഥലത്തും പിശുക്ക് കാണിച്ചിട്ടാണ് അവളുടെ പരിപാടി. സത്യം പറഞ്ഞാൽ മടുത്തു പോയി. അതെ, മരുമക്കളായാലും മക്കളായാലും കൂടുതൽ അവരോട് പെരുമാറാൻ പാടില്ല, ഒന്നും സംസാരിക്കാൻ പാടില്ല. അപ്പോഴേക്കും എൻ്റെ ഉമ്മക്ക് സംശയരോഗം. അതുമാത്രമല്ല, മനുഷ്യനെ എല്ലാം കൊണ്ടും ഇടങ്ങാറാക്കേണ്ട അവസ്ഥ. എത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ആ വീടും സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടത്. കഷ്ടപ്പെട്ടിട്ട് അത്യാവശ്യം എനിക്ക് സ്പൈസിൻ്റെ ആവശ്യം വന്നപ്പോൾ ചോദിച്ചിട്ട് തന്നില്ല. പിന്നെ ഞാൻ കടം വാങ്ങി അത് വീട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നത്. മോനെ, എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം ജീവിക്കൽ ഇനി നടക്കൂല. ഒറ്റയ്ക്ക് ജീവിക്കാൻ മരിക്കുള്ളൂ, അത് മതി. എന്നാലും അന്തസ്സോടു കൂടി ജീവിക്കാലോ. ഒരാളെ കീഴിൽ നിൽക്കാൻ വയ്യ, ഒരാളെ പേടിച്ചിട്ട്. ആ പിതാവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട സിനാന് ശരിക്കും ശരിയാണ്, എൻ്റെ ഉപ്പ പറഞ്ഞതിലും കാര്യമുണ്ട്. എൻ്റെ ഉപ്പയും എൻ്റെ ഭാര്യയൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ്. ഉമ്മയുടെ എന്താ ചെയ്യുക? സത്യത്തിൽ റഷീദ ഉമ്മ ഇപ്പോൾ എവിടെയാണ്? അവരുടെ ആ തറവാട്ടിൽ, മാളിയേക്കൽ തറവാട്ടിലുണ്ടോ അതോ ഇല്ലേ? എങ്ങോട്ട് പോയി? അതിനിടക്ക് പോലീസ് വന്ന് കൊണ്ടുപോയി എന്നൊക്കെ അങ്ങനെയും കേട്ടിരുന്നു. ഇപ്പോൾ എവിടെയാണ് റഷീദ ഉമ്മ? എവിടെയാണ് ജീവിക്കുന്നത്? അവരുടെ അഹങ്കാരം തീർന്നോ? അത്യാർത്തി തീർന്നോ? എന്തൊക്കെയോ നേടിയെടുക്കണം എന്നുള്ള ചിന്തയായിരുന്നല്ലോ. പലരെയും പറ്റിച്ച് പലതും നേടണം, എല്ലാം നേടിയെടുക്കണം. ഒരാൾക്കും ഒരു തരി ഭൂമി കൊടുക്കില്ല, സ്വത്ത് കൊടുക്കില്ല എന്നുള്ള വാശിയിലൊക്കെ ആയിരുന്നല്ലോ. എന്തു പറ്റി? എവിടെയാണ് റഷീദ ഉമ്മ? സ്വന്തം മക്കൾ വരെ വെറുത്തതാണ്. മരുമക്കളും ഭർത്താവും അങ്ങനെ എല്ലാവരും. ആർക്കും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു റഷീദ ഉമ്മ. ആവുന്ന കാലത്ത് എല്ലാവരെയും ഒത്തിരി കഷ്ടപ്പെടുത്തി. എന്തിനേറെ മുഹ്സിനെയൊക്കെ ആ ഒരു വെയിലത്താണെങ്കിലും ആ ഒരു വലിയ കാട്ടിലേക്ക് തേങ്ങ പെറുക്കുവാനും ഓല വലിച്ചു കൂട്ടുവാനും അങ്ങനെ പറഞ്ഞയച്ചു. ഒരുപാട് ഒറ്റയ്ക്ക് ഒത്തിരി പീഡിപ്പിച്ചു. ഗ്യാസ് കത്തിക്കുവാൻ പോലും സമ്മതിക്കാതെ ഫുള്ള് വിറകടുപ്പിൽ കുക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഉച്ചക്കൊരു സമയം ഇരിക്കുവാൻ അല്ലെങ്കിൽ ഒന്ന് നിസ്കരിച്ചിരിക്കുവാൻ ആ റൂമിലേക്കൊന്ന് പോയാൽ അപ്പം വിളി തുടങ്ങും. ചൂലുണ്ടാക്കാൻ, ഓലക്കൊടി വെട്ടിരാനും ഓല ചീന്താനും.
അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങൾ. ഒടുവിൽ മരുമകൾക്ക് ഗർഭിണിയായി കഴിഞ്ഞാൽ ഇനി പണിയെടുക്കാനൊന്നും കഴിയില്ലല്ലോ, റെസ്റ്റ് വേണ്ടിവരും എന്ന് കരുതിയിട്ട് ആ ഗർഭം വരെ ഇല്ലാതാക്കിയ സ്ത്രീ, അതാണ് റഷീദ ഉമ്മ. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ് റഷീദ ഉമ്മ എന്ന് പറഞ്ഞാൽ. അത്രക്കും നീചമായ പെരുമാറ്റം. അതെ, തൻ്റെ മരുമകൾ കുറച്ച് പാവപ്പെട്ട തറവാട്ടിൽ നിന്നറിഞ്ഞപ്പോൾ വലിയ തറവാട്ടിൽ നിന്ന് വലിയ സ്വർണം ഒരുപാട് സ്വത്തും മുതലുള്ളവർ വേണമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെണ്ണിനെ സിനാനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നിർബന്ധിച്ച റഷീദ ഉമ്മ. തൽക്കാലം സിനാൻ അങ്ങനെയൊരു നാടകം കളിച്ചത് കൊണ്ട് തന്നെ ഷാഹിന എന്നുള്ള പെണ്ണ് രണ്ടാം ഭാര്യയായി കടന്നു വന്നു. അല്ലാതെ എന്തു ചെയ്യും? ഉമ്മയുടെ ഈ ഒരു കാട്ടിക്കൂട്ടലുകൾക്ക് കുറച്ചൊക്കെ നിന്ന് കൊടുക്കാനാലും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അതൊക്കെ അവരുടെ ഒരു ഹോബിയാണ്. ഒരുപാട് കഷ്ടപ്പെടുത്തി മുഹ്സിനെ, ഒരുപാട് ഉപ്പയെയും ഒരുപാട് കഷ്ടപ്പെടുത്തി. എന്നാൽ റഷീദ ഉമ്മ ഇപ്പോൾ എവിടെയാണ്? മാളിയേക്കൽ തറവാട്ടിലാണോ അതോ മറ്റു പലയിടത്താണോ? എവിടെയാണെന്ന് ആർക്കും ഒരു എത്തും പിടിയില്ല. കാരണം ഒരാൾക്ക് പോലും അവരെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ താല്പര്യമില്ല. എന്തിനേറെ സ്വന്തം മകൾക്ക് വരെ ഉമ്മയോട് താല്പര്യക്കുറവാണ്. കാരണം എന്താ? മക്കൾ വീട്ടിൽ വന്നാൽ അതെടുക്കും, അത് കേടെടുത്തും എന്നുള്ള ചിന്താഗതിയും കാര്യങ്ങളായിട്ട് ഈ അവിടെ നിൽക്കണോടത്ത് നിന്നുകൊണ്ടെന്ന് പറഞ്ഞ ആ വാക്ക്, അത് സ്വന്തം മകളുടെ നെഞ്ചിലാണ് കൊണ്ടത്. എല്ലാ ഉമ്മമാർക്കും പേരക്കുട്ടികളോടൊപ്പം വീട്ടിൽ വന്നിരിക്കുന്നത് നല്ല ഇഷ്ടമായിരിക്കും. പക്ഷേ എൻ്റെ ഉമ്മ വീട് കേടുവരും, സാധനങ്ങൾ കേടുവരുത്തും എന്ന് പറഞ്ഞിട്ട് എന്നോട് വരെ, എനിക്ക് വരെ വിലക്ക് എടുത്തിയതാണ്. പിന്നെ എങ്ങനെ സ്വന്തം മകൾക്ക് എപ്പോഴും ഭർത്താവിൻ്റെ വീട്ടുകാരൻ തന്നെയാണ് എപ്പോഴും സന്തോഷം. സ്വന്തം വീട്ടിൽ നിൽക്കാൻ ആ മകൾക്ക് കഴിയുന്നില്ല. അതെ, ഉമ്മയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട്. എല്ലാവരും ഒരേ സമയം വെറുക്കപ്പെട്ട വ്യക്തിയാണ് റഷീദ ഉമ്മ. എന്തൊക്കെ തന്നെയാലും റഷീദ ഉമ്മയെ കണ്ടുപിടിക്കാൻ അതാ സിനാൻ ഒരുങ്ങുന്നു. എന്തൊക്കെ തന്നെയാലും പെറ്റ തള്ളല്ലേ. മുഹ്സിനെയും അതുതന്നെ പറഞ്ഞു. ഇക്ക ശരിയാണ്, ഉമ്മ ഒരു കാലത്ത് കഴിയണ കാലത്ത് പലതും കാട്ടിക്കൂട്ടിക്കണ്, എല്ലാവരും കഷ്ടപ്പെടുത്തിക്കണ്. ഇപ്പം അങ്ങനെ ആ ഒരു ഉസുറും പമ്പൊന്നും ഉണ്ടാവില്ല. ഉമ്മ ഇപ്പോൾ എവിടെയാണെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. അതെ, എത്രയായാലും ഉമ്മയല്ലേ. എന്തൊക്കെ തന്നെ ചെയ്താലും മുഹ്സിനെയും തന്നെ സിനാന് സപ്പോർട്ടായി നിൽക്കുന്നു. എങ്ങനെയെങ്കിലും റഷീദ ഉമ്മയെ കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു വാശിയായിരുന്നു അവളുടെ മനസ്സിൽ. അതെ, എത്രയായാലും ഉമ്മയല്ലേ, കഷ്ടപ്പെടുത്തിയാലും എന്തൊക്കെ തന്നെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും. എന്തായാലും വേണ്ടില്ല. എന്നെ വേലക്കാരത്തിയുടെ റോളിലായിരുന്നു അവിടെ നിർത്തിയിരുന്നത്. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും എനിക്ക് സിനാൻ്റെ കൂടെ നിൽക്കുന്നതും ഞങ്ങൾ ടൂറ് പോകുന്നതും ഒന്നും പറ്റില്ലായിരുന്നു. അത് സിനാൻ ഗൾഫിലേക്ക് പോകുന്ന 2 ദിവസം മുമ്പ് വരെ എന്നെ കൊണ്ടുവന്നില്ല. പോയിട്ട് നിന്നാൽ മതി ഇവിടെ നിന്ന് പറഞ്ഞത്. കാരണം ഒരു പക്ഷേ പ്രഗ്നൻ്റ് എങ്ങാനും ആയിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എന്ന് കരുതിയിട്ട് ഒരിക്കൽ പോലും ഇഷ്ടമില്ലായിരുന്നു എൻ്റെ ഭർത്താവും ഞാൻ ഒരുമിച്ച് ജീവിക്കുന്നത്. സാരമില്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എത്രയായാലും എൻ്റെ ഭർത്താവിനെ പെറ്റ ഉമ്മയല്ലേ, അവരെ കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നെയായാലും സിനുവിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. സിനു, എന്തായാലും ഉമ്മയെ കണ്ടുപിടിക്കണം കേട്ടോ. ഒരു പക്ഷേ ഇപ്പോൾ എല്ലാ കുറ്റബോധങ്ങൾ കൊണ്ട് എവിടെങ്കിലൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടായിരിക്കും. അതല്ല എങ്കിൽ ഇനി വേറെ അറിയാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ മാളിയേക്കൽ തറവാട്ടിൽ അവരുണ്ടോ അതോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ, അതൊന്നും അറിയില്ലല്ലോ. കാരണം ഉപ്പയുമില്ല, മോനുമില്ല, മോളുമില്ല, മരുമകളുമില്ല. പിന്നെപ്പോൾ ആരുണ്ടാകാൻ ചാൻസ് ഇല്ല. അറബിയമ്മ ബഷീർക്കയെ വിചാരിച്ചിട്ടാണ് എന്നെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചത്. കാരണം ബഷീർക്ക എന്ന് വെച്ചാൽ അറബിയമ്മയുടെ വിശ്വസ്തനായ ഒരു സേവകനായിരുന്നു. ആ ഒരു സ്നേഹത്തിൻ്റെ മുകളിലാണ് തൻ്റെ പ്രിയപ്പെട്ട ബഷീർക്ക എന്ന ആ വ്യക്തിയുടെ മകന് എന്നെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തത്. എന്നാൽ അറബിയമ്മ വിചാരിച്ചത് പോലെയല്ല, കാര്യങ്ങളെല്ലാം തകിടം മറിയുകയായിരുന്നു. ഇപ്പോഴാണ് എല്ലാം ഒന്ന് ഒരുമിച്ച് റാഹത്തായത്. അതിന് കാരണക്കാരൻ അജ്മൽ സാറും. അതും മറക്കുവാൻ കഴിയില്ല. പക്ഷെ എന്തൊക്കെ തന്നെയാലും റഷീദ ഉമ്മ എവിടെ, അതിനെക്കുറിച്ചൊന്ന് കണ്ടുപിടിക്കണം. എന്നാൽ ഇത് അറബിയമ്മയോട് കാര്യങ്ങളൊന്ന് പറയണം. ആദ്യം അറബിയമ്മ സമ്മതിച്ചാൽ ഇൻഷാ അല്ലാ നാട്ടിലേക്ക് പോകാം. മുഹ്സി, നീ ഒന്ന് ചോദിച്ചു നോക്കണം. സിനു, ഞാൻ ചോദിക്കുന്നതാണോ
അങ്ങ് ചോദിക്കുന്നതാണ് നല്ലത്. ഉമ്മയെ കണ്ടുപിടിക്കാൻ, ഉമ്മയെ കാണാൻ പോകണം എന്നുള്ളത് പറഞ്ഞാൽ തീർച്ചയായും അറബി ഉമ്മ വിടും, അതെനിക്ക് ഉറപ്പുണ്ട്. മുസ്സേ, ഇൻഷാ അല്ലാ ചോദിച്ചു നോക്കാം. ഒരു പക്ഷേ സമ്മതിച്ചില്ലെങ്കിലോ? ഏയ് അങ്ങനെയൊന്നല്ല. അറബി ഉമ്മ അത്ര കത്തിൽ കൽബുള്ള ആളെന്നല്ല. വളരെയധികം മനസ്സ് ലോല ഹൃദയമാണ്. അത് ചില കാര്യങ്ങൾ ശക്തമായി പറയുമെങ്കിലും എല്ലാവരോടും ദയവും സ്നേഹമുള്ള വ്യക്തിയാണ് അറബി ഉമ്മ. അങ്ങനെ അതാ സിനാൻ അറബി ഉമ്മയോട് കാര്യങ്ങൾ പറയുവാൻ വേണ്ടി പോകുന്നു. മറ്റൊന്നുമല്ല, ഞാനും മുഹ്സിയും നാട്ടിൽ പോകട്ടെ എന്നുള്ള രീതിയിലാണ്. എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ ഫിറോസിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ നന്നായി കഴിഞ്ഞു. അല്ലെങ്കിൽ ഫിറോസ് സിനാനും മുഹ്സിനെയും ഒരുമിച്ച് ജീവിക്കുന്നത് അതവർക്ക് പറ്റില്ല. ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. പക്ഷേ ഇനിയും ഉണ്ടാകും പിന്നിൽ പതുങ്ങിയിരിക്കുന്ന ശത്രുക്കൾ. സിനാനും മുഹ്സിനക്കും നാട്ടിലേക്ക് പോകുവാനും അല്പം ഭയമുണ്ട്. അതെ, അത്രയങ്ങ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആരും സമ്മതിച്ചിട്ടില്ല. അതിൻ്റേതായ ആ ഒരു ടെൻഷനും വിഷമം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അറബ് നാട്ടിൽ എത്തിയതിന് ശേഷം മാത്രമാണ് സമാധാനത്തോടെ ഞങ്ങൾ ജീവിച്ചത്. അൽഹംദുലില്ലാ, ഇപ്പോഴാണെങ്കിൽ മുഹ്സിന പ്രഗ്നൻറ്റുമാണ്. പേടിയില്ലാത്ത ജീവിതം അത് അറബ് നാട്ടിൽ നിന്നാണ് ജീവിച്ചത്. നാട്ടിൽ, കേരളത്തിൽ അതെ, ഒരുപാട് ആളുകൾ വിമർശിക്കുവാനും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുവാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ പേര് വരെ എൻ്റെ പേരിൽ അജ്മൽ സാറും സിനാൻ്റെ ഭാര്യ മുഹ്സിനെയും അവിഹിത ബന്ധമുണ്ട് എന്ന് വരെ പറഞ്ഞുണ്ടാക്കിയിരുന്നു. റബ്ബേ, ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. റബ്ബേ, ഒരു അണുമണിത്തൂക്ക് എനിക്ക് അദ്ദേഹത്തോട് തോന്നിയിക്കിടെങ്കിൽ കുഴപ്പമില്ല. മുഹ്സിനെ ഓരോന്ന് ആലോചിച്ചു. മുഹ്സി, സിനാൻ്റെ ചോദ്യം. എന്താ ആലോചിച്ചിരിക്കണത്? എന്നാലും ഞാൻ പഴയകാല ജീവിതമൊക്കെ ആലോചിക്കായിരുന്നു. എന്ത് പഴയകാലം? അല്ലേ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. മനസ്സിനുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നമുക്ക് സമാധാനത്തോടെ ഒരുമിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്തിനേറെ ഒരല്പസമയം എൻ്റെ കൂടെ സിനു വന്നിരുന്നാൽ, അല്ലെങ്കിൽ ഉച്ച സമയത്ത് ഒന്ന് റൂമിലേക്ക് കടന്നാൽ അപ്പോഴേക്കും ഉമ്മയുടെ വിളി, ഉമ്മയുടെ സംസാരം. ഞങ്ങളെ കാലത്ത് ഇങ്ങനെ നിൽക്കുകയില്ലായിരുന്നു. മാപ്പിളി മണ്ണുങ്ങളിങ്ങനെ ഒട്ടി സംസാരിച്ചു കൊണ്ടൊക്കെ. ഇപ്പം തീരെ ഒരു ബഹുമാനമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ വാക്കുകൾ, സത്യം പറഞ്ഞാൽ സിനു ഒരുപാട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. മുഹ്സി, സാരല്ല, അതിനിപ്പോൾ കഴിഞ്ഞു പോയ കാര്യമല്ലേ. അറിവില്ലായ്മ കൊണ്ട് ഉമ്മമാരൊക്കെ പറയുന്നതായിരിക്കും. ഇൻഷാ അല്ലാ എല്ലാം നീ മറക്കണം. എൻ്റെ ഉമ്മ എന്ത് പറഞ്ഞതാണെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. സിനാൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് മുഹ്സി പറഞ്ഞു, സിനു, എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ പറഞ്ഞതാണല്ലോ, ഞാനൊക്കെ എന്നോ അതൊക്കെ മറന്നു എന്നുള്ളത്. പക്ഷേ ചില സമയത്ത് ചില ആലോചനകൾ അതിങ്ങനെ മനസ്സിലേക്ക് വരും. അതാണ് വല്ലാത്തൊരു സങ്കടം. മുഹ്സി, അതൊന്നും ആലോചിക്കണ്ട. ഇൻഷാ അല്ലാ നമുക്ക് നാട്ടിലേക്ക് പോകണം, ഉമ്മയെ കണ്ടുപിടിക്കാം കേട്ടോ. ഉമ്മ ഏത് രീതിയിലാണ്, ഇപ്പോഴും പഴയ അഹങ്കാരം ഉണ്ടോ അതോ പാവമായിട്ടുണ്ടോ ഒക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. സിനു, തീർച്ചയായും നമുക്ക് പോകണം, കണ്ടുപിടിക്കണം അല്ലേ. സന്തോഷത്തോടെ അവർ നാട്ടിലേക്ക് പോകുന്ന സംസാരമാണ്. എന്നാൽ അറബി ഉമ്മയോട് ചോദിച്ചിട്ടില്ല. അറബി ഉമ്മ ചോദിച്ചാൽ എന്ത് പറയും എന്നുള്ള ആശങ്കയായിരുന്നു അവർക്ക്. അങ്ങനെ അതാ സിനാൻ അറബി ഉമ്മയുടെ അരികിലെത്തുന്നു. അറബി ഉമ്മ, സിനു, ഫുഡ് കഴിച്ചു മോനെ? അറബി ഉമ്മ കഴിച്ചു. എവിടെ മുഹ്സി, അവൾ കുഴപ്പമൊന്നുമില്ലല്ലോ? അതൊന്നുമില്ല അറബി ഉമ്മ, ഞാൻ ഒരു കാര്യം. എന്ത് കാര്യം മോനെ? ഒന്ന് നാട്ടിലേക്ക് പോകണം. ആണോ മോനെ? പോയിട്ട് വാ കേട്ടോ, മുഹ്സിയെ ഞാൻ നോക്കിക്കോളാം. സത്യം പറഞ്ഞാൽ അറബി ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് സിനാന് ഞെട്ടി. അത് അവൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിരുന്നില്ല, തൻ്റെ പ്രിയപ്പെട്ട പെണ്ണില്ലാത്ത ആ ഒരു യാത്ര. റബ്ബേ, എന്തായിരിക്കും സിനാൻ്റെ മറുപടി? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹ്സിനെയും സിനാനും വിവാഹം കഴിഞ്ഞു എന്നല്ലാതെ സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സമ്മതിച്ചില്ല എന്ന് തന്നെ പറയാം. ഉമ്മാക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവർ രണ്ടുപേരും
ഒരുമിക്കുന്നതും അവർ രണ്ടുപേരും സംസാരിക്കുന്നതും അവർ രണ്ടുപേരും സല്ലപിക്കുന്നതും അതെല്ലാം കാണുമ്പോൾ ഉമ്മാക്ക് കലി കയറുകയാണ്. അതുകൊണ്ട് തന്നെ മുഹ്സിനയും സിനാനും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കരുത് എന്നും ഉമ്മ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വീട്ടിലെ വേലക്കാരിയായിട്ട് ഒരാൾ വേണം, അതിന് ഏറ്റവും നല്ലത് അവൾ തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് മുഹ്സിനെയും സിനാനെയും. അത് രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഒരുമിച്ചത്. ഒരുമിക്കാൻ കാരണക്കാരനായ അജ്മൽ സാർ, അറബിയുമ്മ, അവരൊക്കെ തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം കാത്തിരുന്ന് കാണാം. റഷീദുമ്മയെ കണ്ടുപിടിക്കുമോ? അവർ കണ്ടുപിടിച്ചാൽ റഷീദമ്മയുടെ സ്ഥിതിഗതികൾ എന്തായിരിക്കും? നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.